വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദങ്ങൾ ആളിക്കത്തുന്നതിനിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെത്തും. രാവിലെ 9 മണിയോടെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന മന്ത്രിയെ BJP പ്രവർത്തകർ സ്വീകരിക്കും. ഇന്നലെ രാത്രിയിൽ നടന്ന പ്രതിഷേധ മാർച്ചിൽ പരിക്കേറ്റ BJP നേതാക്കളെ സുരേഷ് ഗോപി സന്ദർശിക്കും. ഇന്ന് നടക്കുന്ന BJP മാർച്ചിലും പങ്കെടുക്കും. വിവാദങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. MS ലിഷോയുടെ ലിഷോയ്, ഗുഡ് മോർണിംഗ്. ഇന്ന് 9 മണിക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തുന്നു. വളരെ വിവാദങ്ങൾക്കിടയിൽ ആണ് അദ്ദേഹം തൃശ്ശൂരിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധങ്ങൾക്കും സാധ്യതയുണ്ടാകും. സുരക്ഷാ ക്രമീകരണങ്ങളും ഉണ്ടായിരിക്കും. വിശദവിവരങ്ങൾ എന്തൊക്കെ? MS ലിഷോയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ശബ്ദത്തിൽ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും ഇന്ന് 9 മണിക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശ്ശൂരിലെത്തുകയാണ്. ഇന്നലെ ഡൽഹിയിൽ വെച്ച് നമ്മുടെ പ്രതിനിധിയായ അനൂപ് ദാസ് വിശദവിവരങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല, പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തുമോ എന്നതിലേക്കായി നമ്മൾ ഉറ്റുനോക്കുകയാണ്. തീർച്ചയായും പ്രതികരിക്കേണ്ടതുണ്ടല്ലോ. ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടാവുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയേണ്ടതുണ്ടല്ലോ. അതെന്തെങ്കിലും പറയുമോ എന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. വലിയ പ്രതിഷേധം ഇന്നലെ ഉണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിൽ പരിക്കേറ്റ BJP പ്രവർത്തകരെ ഇന്ന് സുരേഷ് ഗോപി സന്ദർശിക്കുകയും ചെയ്യും. തുടർന്ന് ഇന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമോ എന്നതും നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ലിഷോയ്, കേൾക്കാമെന്ന് കരുതുന്നു, പറയൂ. മോത്തി, ഇന്നലത്തെ സംഭവവികാസങ്ങളൊക്കെ തന്നെ എല്ലാവരും കണ്ടതാണ്. അതായത് വലിയ പ്രതിഷേധങ്ങളാണ് CPM-ന്റെയും അതുപോലെ തന്നെ BJP-യുടെയും ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉണ്ടായത്. CPM-ന്റെ ഈ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്കുള്ള മാർച്ച് അത് പിന്നീട് അതൊരു സംഘർഷത്തിലേക്ക് എത്തുകയും സുരേഷ് ഗോപിയുടെ ഓഫീസിന്റെ ബോർഡിലേക്ക് കരിയോയിൽ ഒഴിക്കുകയും ഒക്കെ തന്നെ ചെയ്തതാണ്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് BJP-യും പിന്നീട് CPM ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അത് വലിയ സംഘർഷത്തിലേക്ക് എത്തി. ഇരു വിഭാഗങ്ങളും ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. പോലീസിന്റെ ഇടപെടൽ കൊണ്ട് പിന്നീട് വലിയ ഒരു സംഘർഷം ഒഴിവാക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇരു ഓഫീസുകൾക്കും ഇന്നലെ തന്നെ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. അതിനോടൊപ്പം തന്നെ നഗരത്തിലാകമാനം വലിയ ഒരു പരിശോധനകളൊക്കെ തന്നെ നടത്തിയിരുന്നു. മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള കൂടുതൽ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ സുരേഷ് ഗോപി വന്ദേ ഭാരത് എക്സ്പ്രസിൽ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇന്ന് ഏകദേശം 9:20 കൂടിയാണ് വന്ദേ ഭാരത് തൃശ്ശൂരിലേക്ക് എത്തുക. ആ സമയത്ത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ BJP പ്രവർത്തകർ സുരേഷ് ഗോപിയെ സ്വീകരിക്കുകയും ചെയ്യും. ഈ വോട്ട് വിവാദവും അതുപോലെ തന്നെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിവാദത്തിലൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള ഒരു പ്രതികരണവും ഇതുവരേക്കും സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഉണ്ടാകുമോ, എന്താണ് അദ്ദേഹത്തിന് ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വിശദീകരണമായി അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണ് എന്നുള്ളത് എന്തായാലും എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്രയും കേരളവും ഇത്രയധികം ചർച്ച ചെയ്ത ഒരു വിഷയം, അതായത് തൃശ്ശൂരിൽ വോട്ട് വലിയ തോതിൽ ക്രമക്കേട് വോട്ടർ പട്ടികയിൽ നടത്തി. അതുപോലെ തന്നെ വലിയ തോതിൽ BJP നേതാക്കൾ ഉൾപ്പെടെ RSS നേതാക്കൾ ഉൾപ്പെടെ പലയിടങ്ങളിൽ നിന്നും തൃശ്ശൂരിലേക്ക് വോട്ട് മാറ്റി വോട്ട് ചെയ്ത് വലിയ തരത്തിലുള്ള ഒരു തിരിമറിക്ക് കൂട്ടുനിന്നു എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ വലിയ തോതിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അങ്ങനെയുള്ള സമയത്ത് സുരേഷ് ഗോപിയുടെ ഒരു പ്രതികരണം എന്തായാലും ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ട് സുരേഷ് ഗോപി മൗനം പാലിക്കുന്നു എന്നുള്ള ചോദ്യമാണ് ഈ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ഗോപിയുടെ സഹോദരനടക്കം ഈ 2 ഇടങ്ങളിലായി വോട്ടുള്ളതും മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ആ ഘട്ടത്തിലെങ്കിലും സ്വന്തം കുടുംബാംഗങ്ങളുടെ കാര്യത്തിലും എങ്കിലും ഈ കാര്യങ്ങൾ ആരോപണങ്ങൾ വരുമ്പോൾ അതിലൊരു വ്യക്തതയായി എങ്കിലും എന്തെങ്കിലും മറുപടി പ്രതികരണം ഉണ്ടാവേണ്ടതാണ്, അല്ലേ ലിഷോയ്? തീർച്ചയായും. അതായത് കുടുംബാംഗങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വോട്ട് മാറ്റി എന്ന് മാത്രമല്ല പലർക്കും 2 വോട്ട്, അതായത് ഇവിടെയും അതുപോലെ തന്നെ മുൻപുണ്ടായിരുന്ന ഇടങ്ങളിലുമൊക്കെ തന്നെ, പ്രത്യേകിച്ച് സഹോദരന് ഇരവികുളത്ത് വോട്ടുണ്ട്, സുഭാഷ് ഗോപിക്ക് വോട്ടുണ്ട്, സുഭാഷ് ഗോപിയുടെ ഭാര്യയ്ക്ക് അവിടെയും ഇവിടെയും വോട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഈ വിവാദങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇന്നലത്തെ സംഭവവികാസങ്ങളിലൊക്കെ തന്നെ പ്രതിഷേധിച്ചുകൊണ്ട് BJP-യുടെ പോലീസ് സ്റ്റേഷൻ മാർച്ച്, കമ്മീഷണർ ഓഫീസ് മാർച്ച് കൂടിയുണ്ട്. ഈ കമ്മീഷണർ ഓഫീസ് മാർച്ചിൽ ശോഭാ സുരേന്ദ്രനും മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ആ ഒരു പ്രതിഷേധ പ്രകടനത്തിലും ഇന്ന് സുരേഷ് ഗോപി എന്തായാലും പങ്കെടുക്കുമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ BJP പ്രവർത്തകരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്.